എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ ഫലം നമുക്ക് 12 രാശിക്കാർക്കും ഇന്നത്തെ ഫലം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതിയും ഭരണിയും കാർത്തികക്കാലുമാണ് മേടം രാശിക്കാർ. ഇപ്പോൾ ഈ നക്ഷത്രക്കാർ 7 ശനിയുടെ തുടക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കാലിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ മടി കൂടുതലാവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ച് നല്ല സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും. നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ശനി 12-ൽ സഞ്ചരിക്കുന്ന കാലത്ത് നമുക്ക് ഒരുപാട് പൈസയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് സഹായം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഏറെ സഹായം കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ 2-ാം ഭാവം അനുസരിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ധനം എത്തിച്ചേരാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സഹായം എത്തിച്ചേരാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ. ഇടവൻ രാശി എന്ന് പറയുമ്പം കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തരയും ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് പൊതുവേ നല്ല സമയമാണ്. സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ കിട്ടാൻ, മുത്തുമാലകളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സർവീസ് സ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക്, കൃഷി നടത്തുന്നവർക്കൊക്കെ അല്ലെങ്കിൽ കൃഷിഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നല്ല സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മനസ്സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്ന്. ഇനി അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2-ാമത്തെ പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനം രാശി. അപ്പോൾ നല്ല നല്ല ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചേരാനും നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ കിട്ടാനും ഒക്കെ, പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയമാണ്. എല്ലാവരിൽ നിന്നും സ്നേഹവും അതുപോലെ തന്നെ അംഗീകാരമൊക്കെ ലഭിക്കേണ്ടവർക്കൊക്കെ അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടെയാണിത്. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയമൊക്കെ നേടാൻ പറ്റിയ ഒരു ദിവസമാണ്. പഠിക്കാത്തവർക്ക് പോലും ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ പരീക്ഷകളൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളാരും പഠിക്കാതെ പോകരുത് കേട്ടോ. ഈശ്വരാനുഗ്രഹം ഉള്ളപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കർക്കിടകം രാശിയുടെ ഫലം നോക്കാം. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന രാശിയാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ നല്ല ഫലമാണെങ്കിൽ പോലും 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലവും കൂടെയാണിത്. അപ്പോൾ ധനനഷ്ടം ഉണ്ടാവാതൊക്കെ വളരെയേറെ സൂക്ഷിക്കണം. അതുപോലെ 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴത്തേക്ക് ധനനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കലഹം ഉണ്ടാവാതെ പുതിയ പുതിയ ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കാതെയൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ്. പിന്നെ സർവീസ് മേഖലയിൽ, സർവീസ് രംഗം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സേവനം കൊടുത്തിട്ട് പകരം ധനം സ്വീകരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അഡ്വക്കറ്റ് ആയിട്ടുള്ളവർക്കും നല്ല സമയമാണിപ്പോൾ നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ചിങ്ങം രാശിയിലേക്ക് പോകാം. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചേരുന്നതാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ചന്ദ്രലഗ്നാധിപതിയായിട്ടുള്ള ഗ്രഹം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. കടമൊക്കെ ഉണ്ടാവാതെയും രോഗം ഉണ്ടാവാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീഴ്ചകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ട സമയമാണ് ചിങ്ങലഗ്നക്കാർക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ചിങ്ങലഗ്നക്കാർക്കെന്ന് പറയുമ്പോൾ ചിങ്ങത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് ഇപ്പോൾ കുറച്ച് മോശമായിട്ടുള്ള സമയമാണ്. പക്ഷേ അഡ്വക്കേറ്റ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. തീരെ മോശമൊന്നുമല്ല, നല്ല സമയമാണ്. അതുപോലെ പൈസ കടം കൊടുത്താൽ കിട്ടാത്ത സമയമാണ്. നിങ്ങൾ ദയവായിട്ട് പൈസ ഈ സമയത്ത് കടം കൊടുക്കാതിരിക്കുക. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇനി അടുത്തത് നമുക്ക് കന്നി ലഗ്നത്തിലേക്ക് പോകാം. കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപതി 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ എന്നാൽ പോലും 6-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പൊള്ളലേൽക്കാനും സ്കിൻ ഡിസീസുകളൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുള്ള സമയമാണ്. അതുപോലെ മറവി രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സമയമാണ്. മറവിയൊക്കെ ശ്രദ്ധിക്കുക. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാതൊക്കെ, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഗ്യാസൊക്കെ ഓഫ് ചെയ്യാതൊന്നും പോകാൻ പാടില്ല. വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം പൊള്ളൽ മുറിവൊക്കെ ഏൽക്കാനുള്ള ഒരു സമയമാണ്.
അപ്പോൾ ഇനി നമുക്ക് തുലാം രാശി നോക്കാം. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ചേരുന്നതാണ് തുലാം രാശി. ഈ രാശിക്കാർക്ക് ലഗ്നാധിപതിയായിട്ടുള്ള ഗ്രഹം, ചന്ദ്രലഗ്നാധിപതിയായിട്ടുള്ള ഗ്രഹം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അപവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആബ്സെൻ്റ് ആവാനുള്ള ഒരു സമയമാണ്. നമ്മൾ പ്രസൻ്റായിട്ട് എന്ത് കാര്യം ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷേ ആബ്സെൻ്റായിട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തീരും. കാരണം ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നതാണെങ്കിൽ പോലും നമ്മുടെ കാല് തെറ്റി വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം 6ാം ഭാവത്തിൽ ശനിയും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു പ്രസൻസ് ഉണ്ടാവും, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം പ്രസൻസ് ഓഫ് മൈൻഡ് കുറയുന്ന ഒരു സമയമാണ്. ഇനി അടുത്തത് വൃശ്ചികൻ രാശിയിലേക്ക് നമുക്ക് പോകാം. വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികൻ രാശി. ഈ രാശിക്കാർ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ്. സഹോദരങ്ങളുമായിട്ടൊക്കെ കലഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിലായാലും മനസമാധാനം ഇല്ലാതാകാനൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്താ വേണ്ടത്? നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ മനസമാധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, മനസമാധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ സഹോദരങ്ങളോടൊക്കെ പിണക്കം വരാനുള്ള സമയമാണെങ്കിൽ അങ്ങനെ പിണക്കം വരാതെ തന്നെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ സഹായങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹവും സഹായവും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. മൂലം, പുരടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഈ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് ധനുരാശി. അപ്പോൾ ധനുരാശിയിൽ ചന്ദ്രലഗ്നം വരുന്നവർക്ക് 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ തന്നെ വിവാഹത്തിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ഈശ്വരാധീനമുണ്ട്. ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വിജയം വരുന്ന ഒരു സമയമാണിത്. അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, എഴുത്തുകാർ, അതുപോലെ പ്രസാധകർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരു ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ, അതുപോലെ വാക്കുകൊണ്ട് പബ്ലിക് റിലേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നതാണ് മകരം രാശി. ഈ മകരം രാശിക്കാർ ഇപ്പോൾ ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർജ്യ യോഗം, അതായത് സന്യാസ യോഗം നടക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട് വിട്ട് പോകാനൊക്കെയുള്ള പ്രവണതയൊക്കെ ഉണ്ടാവും. കുടുംബത്തിൽ കലഹവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മോശ സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകേണ്ടത് ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. പ്രശ്നങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവായി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പല ആൾക്കാർ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യേണ്ടി വരും, ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തുള്ള ഗ്രഹസ്ഥിതി കൂടെയാണ് കടന്നു പോകുന്നത്. ജോലി ഭാരം ഒരുപാട് വർദ്ധിക്കുന്നതാണ്. പിന്നെ വലിയ പവർഫുള്ളായിട്ടുള്ള സീറ്റിലിരിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എന്നാലും എന്താ പറയുന്നത്, ജോലി ഭാരം കൊണ്ട് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സമയത്ത് ജോലികളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ജോലിയിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഈശ്വരാധീനം മറിഞ്ഞിരിക്കുന്ന സമയമാണ്. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ ഇല്ലാതാകും. നമ്മുടെ ചിരകാലമായിട്ടുണ്ടായിരുന്ന ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് തീരും. പക്ഷേ അതൊഴിച്ചാൽ അഡ്വക്കറ്റ്സിനും നല്ലതാണ്. അതുപോലെ പബ്ലിക് റിലേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല സമയമാണ്. ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും നല്ല സമയമൊന്നും അല്ല. 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം രോഗങ്ങൾ, പ്രത്യേകിച്ച് ENT പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയമാണ്. നല്ലതായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പം അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതിയും ചതയവും പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങൾ. കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. പക്ഷേ 2ൽ ശനിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൽ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ചന്ദ്രൻ 2ൽ ശനി എന്ന് പറയുമ്പോൾ 7ര ശനിയുടെ അവസാന കാലഘട്ടമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. വിഷജന്തുക്കളുടെ ആക്രമണമൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ പൈസയൊന്നും ആർക്കും കടം കൊടുക്കാനേ പാടില്ല. പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തേയില്ല. നിങ്ങൾ ചിലപ്പം വീട് വെക്കാനൊക്കെ വെച്ചേക്കുന്ന പൈസയായിരിക്കും. ആ പൈസ എടുത്ത് വല്ലവർക്കും കൊടുത്താൽ നിങ്ങളുടെ വീട് പണി ഇവിടെ മുടങ്ങും.
കുംഭരാശിക്കാർ സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കമാണെങ്കിലും നിങ്ങൾ വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കാരണം ലഗ്നാധിപതിയായിട്ടുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുകയാണ്. ലഗ്നാധിപതി എന്ന് പറയുമ്പോൾ ചന്ദ്രലഗ്നാധിപതിയാണ്. ചന്ദ്രലഗ്നാധിപതിയായിട്ടുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന സമയമാണ്. നിങ്ങളിപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ചില ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ, അതായത് എത്രയോ വർഷമായിട്ട് നിങ്ങൾക്ക് 7.5 ശനി നടക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. 5 വർഷത്തെയുള്ള പാടൊക്കെ മാറി ഇനി വരുന്ന 2.5 വർഷക്കാലം, അതിലിപ്പോൾ 1 വർഷം തീർന്നു, ഇനി 1.5 വർഷം കൂടെ ബാക്കിയുള്ളൂ 7.5 ശനിയിൽ. അപ്പോൾ ഈ 7.5 ശനിയുടെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഭാഗ്യം വന്നു ചേരും. പക്ഷേ അതിനോടൊപ്പം തന്നെ എന്തും കൂടെ ഉണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ, വിഷജന്തുക്കളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സമയമാണ്. വളരെയേറെ ശ്രദ്ധിക്കണം. അതുപോലെ ആ സമയത്തൊക്കെ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്യരുത്, ടോർച്ച് ഉപയോഗിക്കാതെ യാത്ര ചെയ്യരുത്. വയലിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് പോകേണ്ടവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ തന്നെ വീട്ടിലേക്ക് പോവുക, സന്ധ്യയാവുന്നതിന് മുൻപ് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് മീനൻ രാശിയാണ്. മീനൻ രാശിയിലേക്ക് പോകാം. മീനം രാശി എന്ന് പറയുമ്പം ദ്വയ സ്വഭാവമുള്ള, അതായത് 2 സ്വഭാവമുള്ള രാശിയാണ്. എപ്പോഴും ഏത് കാര്യത്തിനും ഒരു കൺഫ്യൂഷനായിരിക്കും, ഇത് വേണോ അത് വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും. സെലക്ഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മീനൻ രാശിക്കാർക്ക്. അപ്പോൾ ഏത് കാര്യത്തിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സഹായം തേടേണ്ട ഒരു സമയമാണ്. കാരണം 7.5 ശനി കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ സഹായം ഉറപ്പായിട്ടും തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല അറിവുള്ള ഒരാളിൽ നിന്ന് അതിനുള്ള ഉപദേശം സ്വീകരിക്കുന്നത്. അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയെടുത്തുനിന്ന് ഉപദേശം സ്വീകരിക്കുന്നതാണ് നല്ലത്. നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി കുഴി ചാടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ പൈസയുടെ കാര്യങ്ങൾ കുംഭൻ രാശിക്കാരുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ പൈസ വളരെയേറെ സൂക്ഷിക്കണം. ആർക്കും കടമൊന്നും കൊടുക്കാൻ പറ്റുന്ന സമയമൊന്നുമല്ല. കൊടുത്താൽ പിന്നെ പൈസയൊന്നും തിരിച്ച് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് കുടുംബ സ്വത്തുക്കളൊക്കെ വന്ന് ചേരേണ്ട സമയമാണ്. കാരണം 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള കൺട്രോൾ വന്ന് ചേരുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ സമയനിഷ്ഠ പാലിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ സമയനിഷ്ഠ പാലിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അതൃപ്തി ഉണ്ടാവാനും ചില ശിക്ഷകളൊക്കെ കിട്ടാനും ഒക്കെയുള്ള സമയമാണ്. അപ്പം നിങ്ങൾക്കിപ്പം ജോലി ഏറ്റവും പ്രധാനമാണ്. കാരണം വെച്ചാൽ വീടും വാഹനമൊക്കെ വയ്ക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അനുയോജ്യമായ സമയമായതുകൊണ്ട് നിങ്ങളിപ്പം വളരെ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക. ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്താം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.